നാണൂട്ടൻ്റെ പിറന്നാൾ വിശേഷങ്ങൾ കണ്ടാലോ. രാവിലെ ഞാനും നാണൂട്ടനും അമ്മാളും കൂടെ അമ്പലത്തിൽ പോയി വന്നപ്പോൾ തന്നെ അമ്മാളും അവളുടെ സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. ബർത്ത്ഡേ കാർഡാണ് കൊടുത്തത്. അവൾ തന്നെ വരച്ചുണ്ടാക്കിയ കാർഡാണ്. നമുക്ക് കണ്ടപ്പോൾ തന്നെ നാണൂട്ടന് നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു കേട്ടോ. പിന്നെ ഞാനും നാണൂട്ടൻ്റെ അമ്മയും അച്ഛനും കൂടി ഇട്ട് കൊടുത്തത് രണ്ടുപേർക്കും കൂടിയാണ് കേട്ടോ. അമ്മാളുടെ പിറന്നാളാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ രണ്ടുപേർക്കും കൂടിയും ഒരു ഫോട്ടോ ഫ്രെയിമും കലണ്ടറുമാണ് കൊടുത്തത്. അപ്പം അത് രണ്ടുപേർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോ ഒക്കെ നമ്മൾ ഇനി കുറച്ച് നാൾ മുന്നേ എടുത്ത് അവരെ കൊണ്ട് ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തിയിരുന്നു. എന്നിട്ട് അവരറിയാണ്ടാണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കിട്ടിയതും അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് കൊടുക്കുമ്പോൾ മാത്രമാണ് അവരത് കണ്ടത്. അതുകൊണ്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ തന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. കലണ്ടറും ഫോട്ടോയും ഒക്കെ നോക്കിയിരുന്നു. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അച്ചാച്ചനും അമ്മാമയും അവരുടെ ബർത്ത്ഡേ സമ്മാനമായിട്ട് വന്നു കേട്ടോ. അച്ചാച്ചനും അമ്മാമയും കൊടുത്തത് ഒരു ഡ്രസ്സാണ് കേട്ടോ കൊടുത്തത്. ഒരു ഷർട്ടും പാൻറ്റുമാണ് കൊടുത്തത് അവർ. അങ്ങനെ അവരുടെ സമ്മാനവും കിട്ടി. പിന്നെ ചാച്ചൻ മേടിച്ചു കൊടുത്താണ് കേട്ടത്. ചാച്ചൻ രാത്രി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതും ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു റിമോട്ടും ഓടുന്ന മോൺസ്റ്റർ കാറാണ് കൊടുത്തത്. അതും രണ്ടുപേർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അത് അവർ കൊണ്ടുവന്ന് വെച്ചതൊന്നും അവർ കണ്ടില്ല. നേരം വെളുത്തത് കൊടുക്കുമ്പോൾ മാത്രമേ കണ്ടുള്ളൂ. അതാരണം കൊണ്ട് അതൊന്നും സർപ്രൈസ് ആയിരുന്നു. പിന്നെ സ്കൂളിൽ പോയി വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മയും അച്ചാച്ചനും കല്ലും വന്നിട്ടുണ്ടായിരുന്നു. അവർ കേക്ക് കൊണ്ടാണ് വന്നത് കേട്ടോ. അവൻ്റെ അമ്മായി കേക്ക് വാങ്ങി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ടാണ് അവർ വന്നേ. അങ്ങനെ അവർ 3 പേരും കൂടിയും കേക്ക് മുറിച്ചു. എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ഇതാണ് അവൻ്റെ അച്ഛമ്മ. അങ്ങനെ കേക്ക് എല്ലാവർക്കും മുറിച്ച് കൊടുത്തു. നീ നാണൂട്ടൻ്റെ വലുത് ചാച്ചനോടൊക്കെ വായാ ഞാൻ മാമിക്ക് കൊടുക്ക. അമ്മാളിനോടുത്താ ഓരോന്ന് കഴിയുമ്പോൾ നോക്കാൻ നിൽക്കണേ. അപ്പോൾ ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ അവൻ ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കേട്ടോ നമ്മൾ സദ്യ കൊടുത്തത്. അപ്പോൾ അത് അവർക്ക് എല്ലാവർക്കും കൊടുത്തു. അവർ സദ്യയൊക്കെ കഴിച്ചിട്ടാണ് അച്ഛമ്മയും ചാച്ചനും കല്ലുമൊക്കെ പോയത്. അത് കഴിഞ്ഞിട്ട് മേമ കേക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചാച്ചൻ വന്നതിന് ശേഷം രാത്രി അവരും കേക്കും മുറിച്ചു കേട്ടോ. അങ്ങനെ അതും എല്ലാവർക്കും കൊടുത്തു. പിറന്നാളാഘോഷം നാണൂട്ടൻ്റെ പിറന്നാളാഘോഷം അപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത മാസം അച്ചാച്ചൻ്റെയും അമ്മാളുൻ്റെയും പിറന്നാളുണ്ട്. ഇനി നമുക്ക് അത് ആഘോഷിക്കാം. എല്ലാവർക്കും കൊടുക്കും.
കാണിച്ചു കൊടുത്താ.